ഫാത്തിമ തെഹ്ലിയ ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെയും നോമിനിയാണെന്നാണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടി ഗ്രാവിറ്റി ഉള്ള ഒരു ആരോപണമാണ്. അതായത് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമായിട്ടും കേരളത്തിൻ്റെ ഭരണരംഗത്ത് മുസ്ലിങ്ങൾ പിടിമുറുക്കുകയാണെന്ന് പറയുന്ന ഒരു രീതി കുറേ കാലങ്ങളായിട്ട് BJP അതുപോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ RSSും സംഘപരിവാറൊക്കെ നിരന്തരം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണങ്ങളൊന്നാണ്. ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറേ കാലങ്ങളായിട്ട് UDF-നെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് പറയുന്നൊരു നരേഷനുണ്ട്. അതുപോലെ മറ്റൊരു നരേഷനാണ് മുസ്ലിം ലീഗിൻ്റെ പിന്നിലും അതുപോലെ തന്നെ SDP-യുടെ പിന്നിലും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പോൾ എല്ലാതിൻ്റെയും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി, ആദ്യത്തെ ഘട്ടം എങ്ങനെയാണ് എല്ലാതിൻ്റെയും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി, അടുത്ത ഘട്ടം എല്ലാതിൻ്റെയും പിന്നിൽ മുസ്ലിം ലീഗ്, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ അടുത്ത ഘട്ടത്തിലെ എല്ലാതിൻ്റെയും പിന്നിൽ മുസ്ലിങ്ങൾ ഇതൊരു പാറ്റേൺ ആണ്. ഏതെങ്കിലും സംഘടന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുക, അത് കഴിഞ്ഞാൽ മറ്റൊരു സംഘടന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുക, ഇതൊക്കെ കഴിഞ്ഞാൽ അത് മുഴുവൻ മുസ്ലിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരിക.